റോഡിന് സ്ഥലം വിട്ടു നൽകിയില്ലെന്ന കാരണത്തിൽ സ്ഥലമുടമയുടെ കൊച്ചുമകനെ മർദ്ദിച്ചതായി പരാതി. കയ്യൂർ ചെറിയാക്കര കണിയറ വീട്ടിൽ രോഹിണിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മർദ്ദനത്തിനിരയായ കുട്ടി നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കയ്യൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഋത്തിക് രാജാണ് പരിക്കേറ്റ് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ മുത്തശ്ശി പന്നിയിൽ ചെറിയാക്കര സ്കൂൾ റോഡിനായി സ്ഥലം വിട്ടു നൽകാത്ത വിരോധത്തിലാണ് പ്രദേശത്തെ ചിലർ സംഘടിച്ചെത്തി കുട്ടിയെ മർദ്ദിച്ചതെന്ന് പിതാവ് രാജൻ പറയുന്നു. എന്തെങ്കിലും അസുഖം വന്നാൽ വണ്ടി കയ്യൂരിൽ നിന്ന് ഓട്ടോ വിളിക്കണം. ആ ഓട്ടോക്കാരെ ഇവിടെ ഇവരൊക്കെ തടഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് പോയാൽ നിങ്ങളെ വണ്ടി തച്ചു വിളിക്കുന്നുള്ള രീതിയിൽ അവർ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടാണുള്ളത്. എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളെ അമ്മക്കോ പെങ്ങൾക്കോ അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ കാൽനട പോലും നിഷേധിച്ചിരിക്കുകയാണ്. അവർക്ക് സൗകര്യമായ രീതിയിൽ പോകുന്ന രീതിയിൽ നമ്മൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു ഭീകരാന്തരീക്ഷമായ രീതിയിൽ തന്നെ അവർ പെരുമാറുകയും ചെയ്യണം. അത്തരത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 83 മീറ്റർ നീളത്തിലുള്ള റോഡിനായി 3 മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകാമെന്ന് അറിയിച്ചെങ്കിലും 5 മീറ്റർ വേണമെന്ന് ശഠിക്കുകയും അനുമതിയില്ലാതെ പറമ്പിൽ നിന്നും 20 ലോഡ് മണൽ കടത്തിക്കൊണ്ടുപോയി വിറ്റുവെന്നും രാജൻ പറയുന്നു. ഇതിനെതിരെ പ്രതികരിച്ചതിന്റെ വിദ്വേഷത്തിൽ പ്രദേശത്തെ 4 പേർ ചേർന്ന് ഋത്തിക്കിന്റെ കഴുത്തു പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. അതേസമയം സംഭവം വിവാദമായതോടെ 4ാം ദിവസമാണ് പോലീസെത്തി മൊഴി രേഖപ്പെടുത്തിയത്. പ്രദേശത്തെ ചിലരുടെ ഇടപെടലിന് വഴങ്ങിയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് രാജൻ പറയുന്നു. പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈനിനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രാജൻ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.